അന്താരാഷ്ട്ര സമൂഹത്തെയും പ്രതിരോധ വിദഗ്ധരെയും ഒന്നടങ്കം കടുത്ത ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് കൃത്രിമ ബുദ്ധി സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിപ്പിക്കുന്ന അത്യാധുനിക മിസൈൽ സംവിധാനം വിജയകരമായി പരീക്ഷിച്ചതായി ഉത്തര കൊറിയ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരമ്പരാഗത ആയുധ പരീക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യുദ്ധരംഗത്ത് കൃത്രിമ ബുദ്ധിയുടെ സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്ന പുതിയ തന്ത്രപരമായ ക്രൂയിസ് മിസൈലാണ് പോങ്യാങ് ഇത്തവണ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. ആഗോളതലത്തിൽ തന്നെ സൈനിക സാങ്കേതിക വിദ്യയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉത്തര കൊറിയയുടെ ഈ പുതിയ ചുവടുവയ്പ് അതീവ ഗൗരവത്തോടെയാണ് ഭൗമരാഷ്ട്രീയ നിരീക്ഷകർ വീക്ഷിക്കുന്നത്. ഉത്തര കൊറിയൻ ഔദ്യോഗിക മാധ്യമങ്ങളാണ് രാജ്യത്തിന്റെ ഈ പുതിയ സൈനിക നേട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. പരീക്ഷണത്തിന് നേരിട്ട് മേൽനോട്ടം വഹിച്ച ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ഈ ആയുധ പരീക്ഷണം രാജ്യത്തിന്റെ സൈനികവും സാങ്കേതികവുമായ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവാണെന്ന് വിശേഷിപ്പിച്ചു. ശത്രുക്കളുടെ പ്രതിരോധ കോട്ടകളെ നിഷ്പ്രഭമാക്കാൻ പോന്ന അത്യാധുനിക സങ്കേതങ്ങൾ സ്വന്തമാക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന വലിയ അവകാശവാദമാണ് അദ്ദേഹം ഉയർത്തുന്നത്. ഏകദേശം 100 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ പോലും അതീവ കൃത്യതയോടെ തകർക്കാൻ ശേഷിയുള്ളതാണ് പുതുതായി വികസിപ്പിച്ച ഈ തന്ത്രപരമായ ക്രൂയിസ് മിസൈൽ. ഉപരിതല ഘടനയുമായി പൊരുത്തപ്പെട്ടു പോകുന്ന പ്രത്യേക ടെറൈൻ മാച്ചിങ് നാവിഗേഷൻ സംവിധാനവും സ്വയം ലക്ഷ്യം കണ്ടെത്താൻ സഹായിക്കുന്ന ഓട്ടോണമസ് ഗൈഡൻസ് സംവിധാനവുമാണ് ഈ മിസൈലിന്റെ പ്രധാന സവിശേഷതകൾ. റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് കൂടുതൽ താഴ്ന്നു പറക്കാനും ശത്രുകേന്ദ്രങ്ങളെ കൃത്യമായി ലക്ഷ്യം വെക്കാനും ഇതിലൂടെ ഈ മിസൈലിന് സാധിക്കും. സാധാരണഗതിയിൽ ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന മിസൈലുകളെ ശത്രുക്കൾക്ക് ജാമിംഗ് സാങ്കേതിക വിദ്യയിലൂടെ വഴിതിരിച്ചുവിടാൻ സാധിക്കാറുണ്ട്. എന്നാൽ ഉത്തര കൊറിയയുടെ ഈ കൃത്രിമ ബുദ്ധി മിസൈൽ ഭൂപ്രകൃതിയെ സ്വയം വിശകലനം ചെയ്ത് മുന്നേറുന്നതിനാൽ ഇത്തരം പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഇതിനു മുന്നിൽ പരാജയപ്പെടാനാണ് സാധ്യതയെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. യുദ്ധമുഖത്ത് മനുഷ്യന്റെ ഇടപെടലുകൾ ഇല്ലാതെ തന്നെ ഏറ്റവും അനുയോജ്യമായ പാത സ്വയം തിരഞ്ഞെടുക്കാൻ ഈ മിസൈലിനാകും. ഈ പുതിയ മിസൈലുകൾ ദക്ഷിണ കൊറിയയുമായുള്ള അതിർത്തി പ്രദേശങ്ങൾക്ക് സമീപം വിന്യസിക്കാനാണ് ഉത്തര കൊറിയ പദ്ധതിയിടുന്നത്. 100 കിലോമീറ്റർ പരിധിയുള്ള ഈ മിസൈലുകൾ അതിർത്തിയിൽ സ്ഥാപിക്കുന്നതോടെ ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സിയോൾ നഗരത്തിന്റെ ഭൂരിഭാഗവും ഇതിന്റെ നേരിട്ടുള്ള ആക്രമണ പരിധിയിലാകും. കോടിക്കണക്കിന് ജനങ്ങൾ വസിക്കുന്ന സിയോളിനെ ലക്ഷ്യമിട്ട് ഇത്തരമൊരു അത്യാധുനിക ആയുധം അതിർത്തിയിൽ എത്തുന്നതോടെ മേഖലയിലെ സുരക്ഷാ അന്തരീക്ഷം കൂടുതൽ സങ്കീർണമാകും. ആഗോളതലത്തിൽ വൻ ശക്തികൾക്കിടയിൽ കൃത്രിമ ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള യുദ്ധ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കാൻ വലിയ മത്സരമാണ് നടക്കുന്നത്. ഉപരോധങ്ങൾ കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഉത്തര കൊറിയയെ പോലുള്ള ഒരു രാജ്യം ഇത്തരമൊരു അത്യാധുനിക സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയത് പാശ്ചാത്യ രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. സൈനിക ആവശ്യങ്ങൾക്കായി AI സാങ്കേതിക വിദ്യകളിൽ ഉത്തര കൊറിയ നടത്തുന്ന നിക്ഷേപം വരും നാളുകളിൽ കൂടുതൽ മാരകമായ ആയുധങ്ങൾ പുറത്തെടുക്കാൻ അവർക്ക് കരുത്താകും. ഉത്തര കൊറിയയുടെ ഈ പുതിയ പരീക്ഷണം കിഴക്കൻ ഏഷ്യൻ മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയെ പാടെ തകിടം മറിക്കുന്ന ഒന്നാണ്. ദക്ഷിണ കൊറിയയ്ക്കും ജപ്പാനും ഈ നീക്കത്തെ കടുത്ത ഭാഷയിലാണ് അപലപിച്ചിരിക്കുന്നത്. പോങ്യാങ്ങിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരന്തരമായ മിസൈൽ പരീക്ഷണങ്ങൾ തങ്ങളുടെ രാജ്യങ്ങളുടെ പരമാധികാരത്തിന് ഭീഷണിയാണെന്നും ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയുമായുള്ള സൈനിക സഖ്യം കൂടുതൽ ശക്തമാക്കുമെന്നും ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്കൻ ഭരണകൂടവും ഉത്തര കൊറിയയുടെ ഈ പുതിയ സൈനിക മുന്നേറ്റത്തെ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഉപരോധങ്ങൾ കർശനമാക്കിയിട്ടും ഉത്തര കൊറിയ തങ്ങളുടെ ആയുധപ്പുരകൾ നിരന്തരം നവീകരിക്കുന്നത് അമേരിക്കയുടെ ഏഷ്യൻ നയതന്ത്രത്തിന്റെ പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. മേഖലയിലെ തങ്ങളുടെ സഖ്യകക്ഷികളായ ജപ്പാനും ദക്ഷിണ കൊറിയയ്ക്കും പൂർണ്ണമായ സുരക്ഷാ പിന്തുണ നൽകാൻ വാഷിംഗ്ടൺ പ്രതിജ്ഞാബദ്ധമാണെന്ന് ആവർത്തിക്കുമ്പോഴും ഉത്തര കൊറിയയുടെ ഈ കടുത്ത വെല്ലുവിളിയെ എങ്ങനെ നേരിടുമെന്ന കാര്യത്തിൽ അവർക്കും കൃത്യമായ ഉത്തരമില്ല. വർഷങ്ങളായി ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും ഉത്തര കൊറിയയ്ക്ക് മേൽ കടുത്ത സാമ്പത്തിക നയതന്ത്ര ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തേക്ക് അത്യാധുനിക സാങ്കേതിക വിദ്യകളോ ആയുധ നിർമ്മാണ സാമഗ്രികളോ എത്താതിരിക്കാനാണ് ഈ ഉപരോധങ്ങൾ കൊണ്ടുവന്നത്. എന്നാൽ ഈ പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ഉത്തര കൊറിയ സ്വന്തമായി AI മിസൈലുകൾ വികസിപ്പിച്ചത് അന്താരാഷ്ട്ര ഉപരോധങ്ങളുടെ ഫലപ്രാപ്തിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. അന്താരാഷ്ട്ര തലത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന പുതിയ സഖ്യങ്ങൾ ഉത്തര കൊറിയയ്ക്ക് ഇത്തരം സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കാൻ കാരണമായിട്ടുണ്ടോ എന്ന സംശയവും ശക്തമാണ്. പ്രത്യേകിച്ച് റഷ്യയുമായി ഉത്തര കൊറിയ സമീപകാലത്തുണ്ടാക്കിയ കടുത്ത പ്രതിരോധ പങ്കാളിത്തം ഇതിനു പിന്നിൽ ഉണ്ടാകാമെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ ആരോപിക്കുന്നു. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നതിന് പകരമായി
മോസ്കോയിൽ നിന്നും പോങ്യാങ്ങിലേക്ക് അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെന്ന ആശങ്ക നിലവിലുണ്ട്. ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം വിട്ടുവീഴ്ചയില്ലാത്ത നീക്കങ്ങൾ മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും തങ്ങളുടെ പ്രതിരോധ ബജറ്റുകൾ വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ജപ്പാൻ തങ്ങളുടെ പരമ്പരാഗത ശാന്തതാ നയങ്ങളിൽ മാറ്റം വരുത്തി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദക്ഷിണ കൊറിയ സ്വന്തമായി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയാണ്. ഇത് കിഴക്കൻ ഏഷ്യയെ വലിയൊരു ആയുധ പന്തയത്തിലേക്ക് തള്ളിവിടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നയതന്ത്ര ചർച്ചകളിലൂടെയോ ഒത്തുതീർപ്പുകളിലൂടെയോ ഉത്തര കൊറിയയുടെ ആണവ മിസൈൽ പദ്ധതികൾ അവസാനിപ്പിക്കാമെന്ന പ്രതീക്ഷകൾക്ക് ഈ പുതിയ പരീക്ഷണം കനത്ത ആഘാതം ഏൽപ്പിച്ചിരിക്കുകയാണ്. തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങൾ വെറുമൊരു പ്രതിരോധ സംവിധാനമല്ലെന്നും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ശത്രുക്കളെ ഏത് നിമിഷവും ആക്രമിക്കാൻ തങ്ങൾ സജ്ജമാണെന്നുമാണ് കിം ജോങ് ഉൻ ലോകത്തിന് നൽകുന്ന സന്ദേശം. ചർച്ചകളുടെ മേശപ്പുറത്തേക്ക് വരാൻ ഉത്തര കൊറിയയ്ക്ക് യാതൊരു താല്പര്യവുമില്ലെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. കൃത്രിമ ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ആയുധങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നും വിവിധ ആഗോള സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ കമാൻഡ് സെന്ററുകൾക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ഇത്തരം ഓട്ടോണമസ് ആയുധങ്ങൾ പ്രവർത്തിച്ചാൽ അത് അപ്രതീക്ഷിതമായ ഒരു വലിയ ദുരന്തത്തിന് കാരണമായേക്കാം. ഉത്തര കൊറിയയെ പോലുള്ള ഒരു രാജ്യം ഈ സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്യുമോ എന്നാണ് ലോകം ഭയപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ ഈ വിഷയം വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അമേരിക്കയും സഖ്യകക്ഷികളും ഉത്തര കൊറിയയ്ക്കെതിരെ കൂടുതൽ കടുത്ത പ്രമേയങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചേക്കുമെങ്കിലും ചൈനയുടെയും റഷ്യയുടെയും പിന്തുണയുള്ളതിനാൽ അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടറിയണം. ഏതായാലും കൃത്രിമ ബുദ്ധിയുടെ ചിറകിലേറി ഉത്തര കൊറിയ നടത്തിയ ഈ പുതിയ മിസൈൽ പരീക്ഷണം ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ കനത്ത പ്രകമ്പനങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.